ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടിച്ചേരുകയാണ്. സി അനിൽകുമാർ, താങ്കളടക്കം ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്നയാളാണ്. നിലവിൽ സതീശൻ പറയുകയാണ്, ഈ സഹകരണ മേഖലയെ മാലപ്പടക്കം പൊട്ടുന്ന പോലെ പൊട്ടും, ഒരു സഹകരണവും ഒരു സഹായവും UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല, മാത്രമല്ല നിക്ഷേപം അടക്കം പിൻവലിക്കും. കേരളത്തിൻ്റെ സഹകരണ മേഖല നൽകുന്ന സംഭാവനകളെ പൊതുജനത്തിനറിയാം. സതീശൻ്റെ വാക്കുകളെ താങ്കൾ എങ്ങനെ കാണുന്നു? കേരളത്തില് നശീകരണ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന UDFിന്റെ നയത്തിനൊത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. ഒരു കാലത്തും കേരളം രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന കേന്ദ്ര സർക്കാരിന് സഹായകരമായി ഇതുപോലൊരു പ്രതിപക്ഷ നേതാവിനെ ഒരിടത്തും ലഭിക്കാനില്ല. നമ്മൾ ആലോചിച്ചാൽ കേരളത്തിലെ UDF തന്നെ എത്രയോ സഹകരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ട്. ചിലതിൽ ക്രമക്കേടുകളുണ്ട്. അങ്കമാലി പോലുള്ള സ്ഥാപനങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് UDF നേതാക്കന്മാരുടെ നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം നിയമാനുസരണം നടപടി സ്വീകരിക്കുന്നുണ്ട്. സഹകരണ മേഖലയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാപനങ്ങൾ, ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥാപനങ്ങൾ UDF തിരിച്ചു പിടിക്കുന്നതും UDF ഭരിക്കുന്ന സ്ഥാപനങ്ങൾ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണ്. ഇവിടെ ഇപ്പോ കോഴിക്കോട് ഒരു ബാങ്കില് UDFിൽ തന്നെ ഒരു പറ്റം നേതാക്കന്മാർ UDF വിട്ടു. സ്വാഭാവികമായും ദീർഘകാലം ആ സ്ഥാപനത്തെ നന്നായി നയിച്ചവരെന്ന നിലയ്ക്ക് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും. അവരോടൊപ്പം ചുരുക്കം CPM നേതാക്കന്മാരും സ്ഥാനാർത്ഥികളായി മത്സരിച്ചു. അവർക്ക് നല്ല നിലയ്ക്ക് വോട്ട് നേടി ജയിക്കാനായി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം കോടതി അക്കാര്യം പരിശോധിച്ചപ്പോൾ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് സുതാര്യമാണ്. CCTV ദൃശ്യങ്ങളുണ്ട്. ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകടമായ ഒരു കുറവും അക്കാര്യത്തിൽ കണ്ടെത്താനായിട്ടില്ല. നിയമാനുസരണം ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നിയമവാഴ്ചയെ അംഗീകരിക്കുന്ന ഒരു സംവിധാനമല്ലേ അവരും സ്വീകരിക്കേണ്ടത്? നിയമവാഴ്ചയെ വെല്ലുവിളിക്കുക എന്ന് മാത്രമല്ല, കേരള ബാങ്ക് പിരിച്ചുവിടും എന്ന് പറഞ്ഞ പോലെ, ഹരിത കേരള മിഷൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ പോലെ, ആർദ്രം മിഷനും അതുപോലെ തന്നെ K-ഫോൺ പദ്ധതിയും അട്ടിമറിക്കുമെന്ന് പറഞ്ഞ പോലെ, കേരളം സൃഷ്ടിച്ച എല്ലാ നന്മകളെയും ഇല്ലാതാക്കാൻ നിൽക്കുന്ന ആളുകൾ ഇന്നത്തെ കേരളത്തിന്റെ കരുത്തായി മാറിയ സഹകരണ മേഖലയെയും ഇല്ലാതെയാക്കുമെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇത് സഹകരണ സ്ഥാപനങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണ്. മുസ്ലിം ലീഗിന് അഭിപ്രായം ഉണ്ടോ എന്നറിയാനുള്ള താല്പര്യം നമുക്കുണ്ട്. കാരണം മുസ്ലിം ലീഗിന് ധാരാളം സഹകരണ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. അവിടെ കേന്ദ്ര സർക്കാർ തെറ്റായ കടന്നാക്രമണത്തിന് വന്നപ്പോൾ അതിന് കൂട്ടുനിൽക്കുകയല്ല കേരള സർക്കാർ ചെയ്തത്. സഹകരണ മേഖലയിൽ ED അടക്കമുള്ളവർ കടന്നു വരുന്നത് സതുദ്ദേശപരമല്ല. അത് മലപ്പുറത്തായാലും അതിനോട് യോജിക്കാനാവില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ സതീശന്റെ പ്രസ്താവനയെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം എന്താണ്, ലീഗിന്റെ അഭിപ്രായം എന്താണ് എന്നാണ് കേരളത്തോട് അവർ വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസ് ഒറ്റപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അമിത്ഷായുടെ കേരളത്തിലെ ഏറ്റവും വലിയ പിൻപാട്ടുകാരനായി VD സതീശൻ മാറിയിരിക്കുന്നു. K സുരേന്ദ്രനെ VD സതീശൻ പരാജയപ്പെടുത്തിയെന്ന് മാത്രമാണ് ഈ പ്രസ്താവന കൊണ്ട് മനസ്സിലാക്കാനാവുന്നത്. ശരി, വളരെ നന്ദി ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ.